2 യുവതി യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അച്ഛനും കൂടിയാ പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്നത് 2 പ്രധാനമായിട്ടുള്ളത്. ആധാറാണ് ഒന്ന്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പാൻ കാർഡാണ്. ഇതിലൊക്കെ ഒരേ ഡേറ്റാണുള്ളത്. അത് 5-ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അത് ഞങ്ങൾക്ക് എന്താ നടക്കണ്ടേ? എൻ്റെ പൊന്ന് സഖാവേ, ഈ മോണോലിസ ഫോസലയുടെ വിവാഹം നടത്തി കൊടുക്കാനല്ല ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇനി കേരളത്തിൽ വന്നത്. എങ്ങനെയും തൻ്റെ മകളെ ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ പോലീസുകാരുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ അങ്ങ് പൊട്ടം കളിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തി. പിന്നെ ആ പെൺകുട്ടിയും ഫർഹാൻ ഖാനും ഹാജരാക്കിയ ഈ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ പോലീസിനും അതൊക്കെ വേദവാക്യങ്ങളാണ്. കാരണം നിങ്ങളുടെ വാക്കുകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ 10 വർഷത്തെ പോലീസുകാരും നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവിടുത്തെ മതപ്രതിനിധികളും മഠാധിപന്മാരും പുരോഹിതന്മാരും പൂജാരിമാരും എല്ലാം നിങ്ങളുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് അനങ്ങാൻ പറ്റാത്ത, ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത വെറും അടിമകളായി ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതല്ലാതെ അയാളുടെ ഇഷ്ടത്തോടു കൂടിയാണ് അയാളുടെ മകളെ കെട്ടിച്ചു കൊടുത്തതെങ്കിൽ അയാൾ പോയി കേസ് നടത്തേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഈ പൊട്ടൻ സഖാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338A അനുസരിച്ച് രൂപീകരിച്ച ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികാവകാശ കമ്മീഷൻ. ആ കമ്മീഷനാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ജനന സർട്ടിഫിക്കറ്റ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന്. അങ്ങനെയാണ് മധ്യപ്രദേശ് കോടതി ഈ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിൻ്റെ ഫലമായിട്ടാണ്, അത് ഒറിജിനൽ അല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് റദ്ദാക്കി ഇവരെ അറസ്റ്റ് ചെയ്യാനും വിചാരണ നേരിടാനും ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാലും അതൊന്നും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും ഒരിക്കലും തൻ്റെ തലയിലുണ്ടാവില്ല. അങ്ങനെ വിവേകവും ബുദ്ധിയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ 32 സീറ്റ് 101 സീറ്റിൽ നിന്ന് 32 സീറ്റിലേക്ക് ഒതുങ്ങിക്കൊന്നത്. അപ്പോൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. താങ്കളുടെ ഈ മതേതരത്വം പാടിപ്പുകഴ്ത്തി വോട്ട് പിടിക്കാനുള്ള സകലവിധ തന്ത്രങ്ങളും തകർന്നു വീണ കൂട്ടത്തിൽ ഈ തന്ത്രവും തകർന്നു വീണു. ഈ പോക്സോ കേസിൽ ഈ ഫർഹാൻ ഖാനെ അകത്താകുമ്പോൾ അതിന് പ്രേരണാക്കുറ്റത്തിന് താങ്കളും അകത്താകേണ്ടതാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടു കൂടി രക്ഷപ്പെടുന്നെങ്കിൽ അതായിക്കോളൂ. താങ്കൾക്ക് അങ്ങനെ ചില കഴിവുണ്ടല്ലോ. പിണറായി വിജയൻ ഈ കുറ്റം മുഴുവൻ ചെയ്തിട്ട് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഈ നാട് മുഴുവൻ കൊള്ളയടിച്ചവനും യാതൊരു എളുപ്പമില്ലാതെ ഇപ്പോഴും നടന്ന് ജീവിക്കുക. അതുപോലെ നിങ്ങൾക്ക് ജീവിക്കുക. നിങ്ങൾ രാഷ്ട്രീയക്കാരുടേതാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ കേരളത്തിലെ ഗാന്ധിജിയുടെ അനുയായി, ഗാന്ധി ശിഷ്യനായി വരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായ മറ്റൊരു മഹാനുണ്ട്. ഇനി ആ മഹാന്റെ വാക്കുകളൂടെ ഒന്ന് കേട്ടു നോക്കൂ. 2 ആധാർ കാർഡുകൾ, പാൻ കാർഡ്, ഇലക്ടറൽ ID, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ? ഇനി 10 വർഷം മുമ്പ് മോണാലിസയുടെ ആധാർ കാർഡിലും ജനന തീയതി 1/1/2008 ആണ്. അഥവാ ജനുവരി 1, 2008 ആണ്. അപ്പോ ഫർമാൻ ഖാൻ 10 വർഷം ടൈം മെഷീൻ വെച്ച് പുറകോട്ട് പോയി അങ്ങനെ ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോ ഹിന്ദു ആധാർ കാർഡ് അല്ലല്ലോ അതിൽ ബാധകമാകുന്നത്. അത് ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ജനന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുവാനായിട്ട് ആ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടില്ലേ? അത് ശരിയാണോ തെറ്റാണോ? അല്ല, മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി. അതെ, മധ്യപ്രദേശ് കോടതി അത് റദ്ദാക്കിയിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ രാഹുൽ ഈശ്വറിനും മടിയൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ഇങ്ങനൊരു ലവ് ജിഹാദ് നടക്കാറില്ല, അത് നടക്കില്ല എന്ന് വെളുപ്പിച്ചെടുക്കുക. അവരെ വെളുപ്പിച്ചെടുക്കണം. മൊണാലിസയെയും ഈ ഫർമാൻ ഖാനെയും വെളുപ്പിച്ചെടുക്കണം. കാരണം ഇദ്ദേഹം ഗാന്ധി ശിഷ്യനായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പരിഷ്കർത്താവായി വാഴാൻ ആഗ്രഹിക്കുന്നയാളാണ്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണ്. ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സകല മാന്യന്മാരെയും വെളുപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യം. അതായത്
പേട്രിയാർക്കിസം, പുരുഷാധിപത്യത്വം നടപ്പാക്കിയാണ് ഇദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാകാനായിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ അനുയായിയായി, മഹാത്മാഗാന്ധിജിയുടെ അനുയായി കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഹണി റോസിന് അധിക്ഷേപവാക്യങ്ങൾ കൊണ്ട് ചൊരിഞ്ഞ ബേബി ചെമ്മണ്ണൂരിനെ വെളുപ്പിച്ചെടുക്കാൻ ഇദ്ദേഹം നടന്നത്. അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കി പറ്റില്ല. അവസാനം കോടതി ശിക്ഷിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ബോബി ചെമ്മണ്ണൂർ ഈ ഹണി റോസിനോട് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ട ആ കേസിൽ നിന്ന് അവർ മാപ്പ് അനുവദിച്ചു കൊടുത്ത് രക്ഷപ്പെട്ടു. അങ്ങനെ സ്ത്രീത്വത്തെ അനുസരിപ്പിക്കുക, പ്രേരിപ്പിച്ചും പ്രീണിപ്പിച്ചും അല്ലെങ്കിൽ പീഡിപ്പിച്ചും അടിമയാക്കി പുരുഷ മേധാവിത്വം സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു കപട പുരോഗമനവാദിയാണ് ഈ രാഹുൽ ഈശ്വർ. പാവപ്പെട്ട വിവരവും വിദ്യാഭ്യാസവും വളരെ കുറഞ്ഞ വിവേകശൂന്യരായ മനുഷ്യർ ഇദ്ദേഹത്തിൻ്റെ കുറേ അടിമകളായി, ഇദ്ദേഹത്തിൻ്റെ വാക്യങ്ങളെ വേദവാക്യങ്ങളായി സ്വീകരിക്കുന്ന കുറേ കേരളീയർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി വാഴുന്ന ഒരാളാണ്. കേരളത്തിൽ മതേതരത്വമാണ് മുസ്ലിം ഹിന്ദു വിവാഹമെന്ന് വരുത്തി തീർക്കേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നടത്തുന്നതാണ്. എൻ്റെ രാഹുൽ ഈശ്വരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു പെൺകുട്ടികളെ പ്രേരിപ്പിച്ചും കൊണ്ടുപോയി അവരെ മുസ്ലിം പുരുഷന്മാരെ കൊണ്ട് കെട്ടിക്കാനുള്ള സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നമ്മുടെ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ദിവസേന വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അംഗീകരിക്കാനോ സമ്മതിക്കാനോ രാഹുൽ ഈശ്വർ തയ്യാറല്ല. കാരണം രാഹുൽ ഈശ്വർ അഭിനവ മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹം ഈ ശബരിമല കൊള്ളയിൽ തൻ്റെ മാതുലനെ തന്ത്രി കണ്ഠരരാജീവനെ രക്ഷിച്ചെടുക്കാൻ നടന്നയാളാണ്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ സകലവിധ പുരോഗമന ശത്രുവിനെയും കൂട്ടി ഈ കൺസർവേറ്റീസം, അതായത് യാഥാസ്ഥികത്വം, പുരുഷമേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുരോഗമന കപടവിരുദ്ധ ഗാന്ധിയനാണ് ഈ രാഹുൽ ഈശ്വർ എന്ന കാലം ഇനിയും തെളിയിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഈ കേസിൽ താങ്കൾ ഹണി റോസിൻ്റെ കേസിൽ മാപ്പ് പറയാൻ താങ്കൾ തയ്യാറാവത്തില്ല, ഒരു കേസിലും തയ്യാറാകത്തില്ല. പക്ഷേ എനിക്കൊരു അപേക്ഷയുള്ളത്, ഈ സംഭവം തെളിയുമ്പോൾ നിങ്ങൾ ഒളിച്ചോടരുത്. ഈ ഫർഹാൻ ഖാൻ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോഴും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോഴും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഈ അഭിനവ സാമൂഹ്യ പരിഷ്കർത്താവായ രാഹുൽ ഈശ്വർ കാണിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.